ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡാണ്. അതിൻ്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ ആസ് ഓപ്പർച്യൂണിറ്റി കാർഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യാറില്ല. നമ്മുടെ ഒരു ആഡോ ഒന്നും പോകാറില്ല. നമ്മളെ അടുത്തേക്ക് വരുന്ന സ്റ്റുഡൻസിന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ജെന്യൂൻ കേസസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ജർമ്മനിയിൽ നിന്ന് വരുന്ന പല ആളുകളും കേൾക്കുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ശരിക്കും ഒരു ചാലഞ്ചിങ് കാർഡാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ചെയ്തിട്ടല്ല ഇവിടെ നിന്ന് ആരും പോകുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് കൺസൾട്ടൻസീസ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കാർഡ് സ്റ്റുഡൻസിന് എടുത്തു കൊടുക്കുന്നുണ്ട്. അവരെത്രമാത്രം ഇതിനെ പറ്റിയിട്ട് അവെയർ ആണ് എന്ന് ഒരു വലിയ ചോദ്യമാണ് അത് ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തെ വിസയാണ് അവർക്ക് കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡ്. 3 or 4 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ജർമ്മനിയിൽ പോയിട്ട് അതേപോലെ തന്നെ അവിടെ ജോലി കിട്ടാമെന്ന് വിചാരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇവിടുന്ന് പോകുന്ന പല ആൾക്കാർക്കും ഈവൻ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് അവരാകെ ചോദിക്കുന്നത് ഇംഗ്ലീഷ് B2 ഓർ ജർമ്മൻ A1 ആണ്. റൈറ്റ്, ജർമ്മൻ A1 കൊണ്ട് അവിടെ ജോബ് കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ പോയിട്ടൊരു റിയാലിറ്റി മനസ്സിലാക്കാൻ, അവിടുത്തെ ഒരു റിയൽ സിനാരിയോ മനസ്സിലാക്കിയിട്ട് ഒരു ജോബ് ഫെച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അവരൊക്കെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഏകദേശം 6-7 മാസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയൽ ലൈഫ് സിനാരിയോ ഒന്നും അറിയാതെയാണ് ഇവിടുന്ന് ഒരുപാട് പേര് കയറിപ്പോകുന്നത്.